നമസ്കാരം. i2 ന്യൂസിലേക്ക് സ്വാഗതം. രാഹുൽ വിഷയത്തിൽ നഷ്ടമാർക്ക് എന്ന വിഷയത്തിലുള്ള ചർച്ച ഞങ്ങൾ ആരംഭിക്കുകയാണ്. ഈ വിഷയത്തിൽ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് പ്രൊഫസർ AG ജോർജ് സാറാണ്. അദ്ദേഹത്തെ നിങ്ങൾക്കറിയാം, ചാനൽ ചർച്ചകളിലൂടെ എല്ലാം അദ്ദേഹം സുപരിചിതനാണ്. അധ്യാപകനും സാമൂഹിക നിരീക്ഷകനുമായ പ്രൊഫസർ AG ജോർജാണ് ഈ വിഷയത്തിൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഹൃദയവിചാരങ്ങൾ പങ്കുവെക്കാൻ നമ്മോടുള്ളത്. അദ്ദേഹത്തെ ഹാർദവുമായി ഈ ചർച്ചയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. സർ, നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി വലിയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഇത്തരം ഒരു വിവാദം സ്വമേധയാ ഉണ്ടാക്കുകയോ ചെയ്തതാണെങ്കിൽ കൂടി ഇതിൻ്റെ ഒരു നഷ്ടം ആത്യന്തികമായി ആർക്കാണ് എന്നാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. സാറിൻ്റെ അഭിപ്രായത്തിൽ എന്താണ്, ആർക്കാണ് നഷ്ടമുണ്ടായിരിക്കുന്നത്? സുനിലെ, ഇതിൻ്റെ ലാഭനഷ്ട കണക്കുകൾ നിരത്താനാകുന്ന ഒരു ഘട്ടത്തിൽ ഈ വിഷയം എത്തി നിൽക്കുന്നു എന്നെനിക്ക് അഭിപ്രായമില്ല. സ്വഭാവ ഹത്യയിലൂടെയും മാനസിക പീഡനത്തിലൂടെയും രാഷ്ട്രീയ പ്രതിയോഗികളെ എങ്ങനെ വകവരുത്താമെന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് സുനിൽ ഇപ്പോൾ സൂചിപ്പിച്ച മലയാളികളാകെ ലോകത്തുള്ളവർ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം. ആ കാര്യത്തിൽ ഏത് നില വരെയും ഏത് അവസ്ഥ വരെയും താഴാൻ യാതൊരു വൈമനസ്യവുമില്ലാത്ത രാഷ്ട്രീയ കക്ഷികളും അവർക്ക് നേതൃനിരയിൽ അങ്ങനെയുള്ള ആളുകളും ഉണ്ട് എന്ന് പറയുമ്പോഴാണ് ഇതൊരു വലിയ വിഷയമായി പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ വരുന്നത്. ഇവിടെ സുനിൽ സൂചിപ്പിച്ചതുപോലെ ഇതിനകത്ത് നഷ്ടം ആർക്കുണ്ടാകുന്നു, അല്ലെങ്കിൽ ഉണ്ടായി, അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്നു, ഇതിൽ നിന്ന് ലാഭം ആര് നേടി അല്ലെങ്കിൽ നേടാൻ പോകുന്നു എന്നതൊക്കെ നമുക്ക് അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം, എൻ്റെ ഒരു അഭിപ്രായം. ഇവിടെ യഥാർത്ഥത്തിൽ ഒരുപാട് അസാധാരണത്വങ്ങളുണ്ട്, ഒരുപാട് അസ്വാഭാവികതകളുണ്ട്, യുക്തിക്ക് നിരക്കാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തിൽ വന്നു ചേർന്നിട്ടുണ്ട്. അതൊക്കെ നോക്കുമ്പോൾ ഇപ്പോൾ ഈ ഉരുണ്ട് പുകയുന്നതായിട്ടുള്ള ഈ വിഷയം ഒരു പക്ഷേ ഒരു ഘട്ടം കഴിയുമ്പോൾ ഊതി വീർപ്പിച്ച ബലൂൺ പോലെ ആയി പോകുമോ എന്ന് സംശയിച്ചാലും അധികപ്പറ്റാവുകയില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി വന്നിരിക്കുന്ന ആരോപണങ്ങളുടെ മെറിറ്റിലേക്ക് കടക്കാൻ സമയമായി എന്ന് എനിക്ക് വിചാരമില്ല. അത് കാലം തെളിയിക്കേണ്ടതാണ്. ആരാണ് ശരി, ആരാണ് തെറ്റ് എന്നൊക്കെ ഉള്ളത് അല്പം കൂടെയൊക്കെ കഴിയുമ്പോൾ മാത്രമേ പുറത്തു വരികയുള്ളൂ എന്നാണ് നമുക്ക് ചുറ്റുവട്ടത്തിൽ നിന്ന് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ എവിടെ ആരംഭിച്ചു ഈ സംഭവം? ഇവിടെ ഒരു 3-3.5 വർഷം മുമ്പ് ഒരു യുവതി, അവരൊരു സിനിമാ നടിയാണെന്ന് പറയുന്നു ഒരു കൂട്ടർ പറയുന്നു അവരൊരു മാധ്യമ പ്രവർത്തകയാണ് എന്ന് പറയുന്നു, മറ്റൊരു കൂട്ടർ പറയുന്നു അവരൊരു അവതാരികയാണ്. എനിക്ക് അവരെ അങ്ങനെ വലിയ ഈ ഒരു മേഖലയിലും പരിചയമില്ല. ഞാൻ ഈ മാധ്യമ രംഗത്തൊക്കെ ഒരുപാട് സ്നേഹിതരുമായി ബന്ധപ്പെട്ടാലും ഇങ്ങനെ ഒരാളിനെ ആ രംഗത്ത് കണ്ടിട്ടില്ല. അത് എൻ്റെ ഒരു പോരായ്മയായിരിക്കാം, അത് പോകട്ടെ. ഒരു 3-3.5 വർഷം മുൻപ് നടന്നതായ ഒരു സംഭവം അല്ലെങ്കിൽ അവർക്കുണ്ടായ ഒരു അനുഭവം പൊടുന്നനെ പൊതുസമൂഹത്തെ ആകെ ഒരർത്ഥത്തിൽ ഞെട്ടിപ്പിച്ചുകൊണ്ടാണല്ലോ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. അതിനകത്തുള്ള വലിയ വൈരുദ്ധ്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നമുക്കതിനകത്തുള്ള യുക്തിരാഹിത്യം നന്നായി തെളിഞ്ഞു കഴിയും സുനിലെ. കാരണം അവരെ പറയുന്നു, എനിക്കിപ്പോഴും ഈ രാഹുൽ മാങ്കൂട്ടത്തിനോട് വളരെ ബഹുമാനമാണ്, സ്നേഹമാണ്. എനിക്ക് വ്യക്തിപരമായി യാതൊരു ദുരനുഭവവും ഈ നേതാവിൽ നിന്നുണ്ടായിട്ടില്ല. എന്നെ ഒരു തരത്തിലും മാനസികമായോ ശാരീരികമായോ പീഡിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല. എന്നാൽ മറ്റു ചില സ്ത്രീകൾക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായി എന്ന് എന്നോട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരു പൊതുസമൂഹത്തിലെ പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യം, അങ്ങനെ മറ്റുള്ളവർക്ക് അനുഭവങ്ങൾ ഉണ്ടായെങ്കിൽ മറ്റുള്ളവരല്ലേ രംഗത്ത് വരേണ്ടത്? താങ്കൾക്ക് ഈ തരത്തിലൊരു അനുഭവം ഉണ്ടായില്ല എന്ന് താങ്കൾ തന്നെ പറയുകയും താങ്കൾ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിലെ സൗഹൃദമുണ്ട് എന്ന് പറയുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ താങ്കളുടെ ഉദ്ദേശം എന്താണ് ഈ വെളിപ്പെടുത്തൽ എന്ന ചോദ്യത്തിന് ഇന്നും സുനിലെ ഉത്തരം വ്യക്തമായി കിട്ടിയിട്ടില്ല എന്നതാണ് പരമമായിട്ടുള്ള യാഥാർത്ഥ്യം. അപ്പോൾ ചോദിക്കേണ്ട മറ്റൊരു ചോദ്യം, ഈ പല ആളുകൾക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് മോശമായ അനുഭവം ഉണ്ടായെങ്കിൽ അങ്ങനെ ആരും തന്നെ രേഖാമൂലം ഒരു പരാതി ബന്ധപ്പെട്ട അധികാരികളുടെയോ അല്ലെങ്കിൽ പാർട്ടി നേതാക്കളുടെയോ
അല്ലെങ്കിൽ നിയമ മേഖലയിലോ പോലീസിൻ്റെ കയ്യിലോ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് ഒരുപാട് അസാധാരണത്വമുണ്ട്, യുക്തിക്ക് നിരക്കാത്തതായ ഒരു കാര്യമുണ്ട്. അവരോട് ഇപ്പോഴും ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയതെന്ന് ചോദിക്കുമ്പോൾ, അത് ഞാൻ സ്ത്രീകളുടെ ഒരു പൊതു സംരക്ഷണം അനിവാര്യമാണ് എന്നെനിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് എന്നൊക്കെ പറയാൻ ശ്രമിക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ വളരെ ഒരു വിരൂപമായ വ്യാഖ്യാനമായി പരിവർത്തിച്ചിരിക്കുന്നു എന്നതാണ് ഈ യാഥാർത്ഥ്യം. തുടക്കത്തിൽ കാണിച്ച ആവേശമൊന്നും അവർക്ക് പിന്നീട് കാണിക്കാൻ കഴിയുന്നില്ലല്ലോ. അവരോട് പലരും ചോദിക്കുന്നു, മാധ്യമങ്ങൾ, നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ ഉൾപ്പെടെ ചോദിക്കുന്നു, എന്താണ് ഇത് സംബന്ധിച്ചുള്ള വ്യക്തമായ രേഖകൾ, നിങ്ങളുടെ പക്കൽ എന്തെങ്കിലും തെളിവുകളുണ്ടോ, നിങ്ങൾക്ക് കൃത്യമായി ഉണ്ടായ അനുഭവത്തെ അല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞു എന്ന് പറയുന്ന സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ എന്തെങ്കിലും രേഖകളുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് അവരല്ലേ തീരുമാനിക്കേണ്ടത്. അപ്പോൾ മറ്റു ചില സ്ത്രീകൾ, അപ്പോഴും പേര് വെളിപ്പെടുത്തിയിട്ടില്ല, മറ്റു ചില സ്ത്രീകളുടെ സംരക്ഷകയായി അഭിനയിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭാവിച്ചുകൊണ്ട്, അവരൊരു നടിയാണെന്ന് പറയുമല്ലോ, അപ്പോൾ ഭാവിക്കാനും അഭിനയിക്കാനും ഒക്കെ അവർക്ക് ശേഷി ഉണ്ടാകാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ വീണിടത്ത് കിടന്ന് ഉരുളുന്നതായിട്ടുള്ള ഒരു സാഹചര്യം അസാധാരണമാണ്. അവിടെയാണ് സുനിലെ നമ്മൾ കാണേണ്ടത്. ഇതിൻ്റെ പിന്നിൽ വളരെ നിഗൂഢമായിട്ടുള്ള ഒരു ആസൂത്രണമുണ്ട്. ഇതവർ സ്വമേധയാ ഉണ്ടിരുന്ന ആൾക്ക് ഒരു വിളി വന്നു എന്ന് പറയുന്ന പോലെ അവർ പെട്ടെന്ന് പറഞ്ഞതാണെന്ന് എനിക്ക് വിശ്വാസമില്ല. പിന്നെയും അതിനകത്തുള്ള വലിയ ഒരു വൈരുദ്ധ്യം ഞാനതിനെ രാഷ്ട്രീയമായി കാണുന്നത്, ഞാൻ ഇവരെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് കിട്ടിയ അറിവ്, ഇവരൊരു വളരെ ഉന്നതനായിട്ടുള്ള, ഉന്നതൻ എന്ന് ഞാൻ പറഞ്ഞാൽ മുൻനിരയിൽ നിൽക്കുന്നതായ ഒരു CPM പ്രവർത്തകൻ്റെ മകളാണ്. എൻ്റെ അന്വേഷണം ശരിയാണെങ്കിൽ ഒരുപക്ഷെ സുനിലിന് കുറെ കൂടെ അറിയാമായിരിക്കാം, ഈ വെളിപ്പെടുത്തിയ യുവതിയുടെ പിതാവ് ദേശാഭിമാനിയുടെ ഏതോ ഒരു സബ് എഡിറ്ററോ ജേർണലിസ്റ്റ് ആണെന്നൊക്കെ പറയുന്നു. അതോടൊപ്പം തന്നെ പറയുന്നു, എനിക്ക് VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് എൻ്റെ പിതൃതുല്യനാണ്. എനിക്കൊരു തമാശയായിട്ട് തോന്നി. ഇതിനകത്തെ ഒരുപാട് വൈരുദ്ധ്യം, അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, അസാധാരണത്വമുണ്ട്, വൈരുദ്ധ്യങ്ങളുണ്ട്, അസ്വാഭാവികതകളുണ്ട്, യുക്തിക്ക് നിരക്കാത്തതായ പല കാര്യം. ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരു വലിയ ഒരു CPMൻ്റെയൊക്കെ മുൻനിരയിൽ നിൽക്കുന്ന ഒരാളിൻ്റെ മകൾ ഈ പ്രതിപക്ഷ, അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമാണ്, അയലോക്കമായിരിക്കാം, സ്വന്തം നാടായിരിക്കാം, എന്നാലും അങ്ങനെ പിതൃതുല്യനായിട്ടുള്ള ആളിനോടൊക്കെ ഇത് പോയി പറയുമ്പോൾ സ്വന്തം പിതാവ് ഇതൊന്നും അറിയുന്നില്ല എന്നാണ് നമ്മളൊക്കെ ധരിക്കണമെന്നുണ്ടെങ്കിൽ സുനിലെ, അത് വളരെ പ്രയാസപ്പെട്ട കാര്യമാണ്. എൻ്റെ സാമാന്യ ബുദ്ധിക്ക് അത് വിശ്വസിക്കാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വളരെ അസംഭവ്യങ്ങളായിട്ടുള്ള ചില കഥകൾ നാടൻ ഭാഷ അല്ലെങ്കിൽ സാധാരണ നിങ്ങളൊക്കെ പറയുന്ന വാക്ക് ഉപയോഗിച്ച് ഇതൊരു തിരക്കഥയാണ്, വളരെ വ്യക്തമായി ആസൂത്രണം ചെയ്ത ഒരു തിരക്കഥയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനല്ല, സംശുദ്ധനാണ്, അല്ലെങ്കിൽ അദ്ദേഹം എല്ലാ തരത്തിലും നിർമ്മലനാണ് എന്നൊന്നും വാദിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ പ്രതിരോധിക്കാനോ അല്ല എൻ്റെ ശ്രമം. കാരണം എനിക്ക് അതിനുള്ള ഉത്തരവാദിത്വമില്ല, എനിക്ക് ആ തരത്തിലുള്ള കടപ്പാടും ആരോടുമില്ല. എന്നാൽ നമ്മളൊരു സമൂഹത്തിൽ നിൽക്കുമ്പോൾ, രാഷ്ട്രീയ നിരീക്ഷണം നടത്തുമ്പോൾ, പൊതുസമൂഹത്തിൽ നിന്നുകൊണ്ട് പൊതുസമൂഹത്തിൻ്റെ ഭാഗമായി ഈ വിഷയത്തെ കാണുമ്പോൾ ഈ തരത്തിലുള്ള അസ്വാഭാവികതകൾ കാണാതെ പോകാനായി സാധ്യമല്ല. അവിടെ ആണ് ഇതിനകത്തെ ദുരൂഹത കാണേണ്ടത്. പിന്നെ ഇങ്ങോട്ട് വന്നതായിട്ടുള്ള ചില വെളിപ്പെടുത്തലുകൾ, ഞാൻ അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കാരണം നമ്മുടെ പൊതുസമൂഹം എല്ലാം ഇത് ദിവസം തോറും കാണുകയും ചർച്ച ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സുനിൽ തന്നെ ഈ വിഷയത്തെ സംബന്ധിച്ച് നല്ല പഠനം നടത്തുകയും നിരന്തരമായി ഈ വിഷയത്തെ അപഗ്രഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ലോകത്തുള്ള എല്ലാവർക്കും അറിയാം. എന്നാലും ഇതിൻ്റെ വൈവിധ്യങ്ങളായിട്ടുള്ള മാനങ്ങൾ, തലങ്ങൾ ഓരോ ദിവസവും ചർച്ച ചെയ്യപ്പെടുന്നു എന്നതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം ഇപ്പോൾ ചർച്ചയ്ക്കെടുക്കാൻ തന്നെ കാരണം എന്നാണ് എൻ്റെ ഒരു വിചാരം. പിന്നീട് വന്ന വെളിപ്പെടുത്തലുകൾ ഒരുപാട് അസ്വാഭാവികതയുണ്ട്. അതായത് ഒരു ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ള ഒരു സ്ത്രീ, അവന്തിക എന്നോ എന്താണെന്ന് തോന്നുന്നു അവരുടെ പേര്, അവരൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു. അവരുമായിട്ട് എന്തോ ചില മോശമായ രീതിയിൽ ഇദ്ദേഹം പെരുമാറിയെന്നും അദ്ദേഹത്തോട് എന്തൊക്കെയോ ആവശ്യപ്പെട്ടുവെന്നും ബാംഗ്ലൂരിൽ ചെല്ലാമെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേൾക്കുന്നവർക്ക് കുറേയൊക്കെ വിശ്വസിക്കത്തക്കതാകണ്ടേ കാര്യങ്ങൾ. അതൊക്കെ പറയുമ്പോൾ ഈ പറയുന്ന ആളുകൾ എന്തെങ്കിലും ഒരു ഉദ്ദേശം അവരുടെ മനസ്സിലുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ. അതെ, തീർച്ചയായിട്ടും സാറ് പറഞ്ഞ പോലെ ഇതിനെ ഒരു സാമാന്യ ബുദ്ധിയുള്ള ആർക്കും ഇതിൻ്റെ പിന്നിൽ ഒരു തിരക്കഥയുണ്ടോ
ഒരു ഗൂഢാലോചനയുണ്ടോ എന്ന് പ്രഥമദൃഷ്ട്യാ തന്നെ സംശയിക്കാവുന്ന ഈ ഒരു വിഷയത്തിൽ ഇതിനെക്കുറിച്ചൊരു കൃത്യമായ ഒരു അസസ്മെൻറ്റിന് സമയമായിട്ടില്ല എന്ന് സാറ് പറഞ്ഞു എങ്കിലും ഒരു വീക്ക്ലി അസസ്മെൻറ്റ് ഇപ്പോൾ ഇതൊരു ഒരാഴ്ച പിന്നിടുന്നു ഈ ഒരു വിവാദം കത്തിച്ചു വിട്ടിട്ട്. അന്നേരം ഈ 7 ദിവസം നമ്മൾ ഈ 7 ദിവസത്തെ ഈ വിവാദത്തിൻ്റെ നാൾ വഴികൾ നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് കൃത്യമായിട്ടും കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ഉറച്ചു വിശ്വസിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ വി.ഡി. സതീശൻ്റെ ശക്തമായ ഗൂഢാലോചനയുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ കരങ്ങളാണ് ഇതിന് പിന്നിലെന്നും ഒരു വിഭാഗം ശക്തമായിട്ട് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ രാഹുലിനോടൊപ്പം നിന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കളും ഈ ഇത്തരത്തിലുള്ള വിവരങ്ങൾ ചോർത്തിയതിൽ അവർക്കും വളരെയേറെ പങ്കുണ്ട് എന്ന് കരുതുന്നു. അന്നേരം ഇവരും സ്വാഭാവികമായും സ്വന്തം കൂട്ടത്തിലുള്ള സ്വന്തം അണിയെ അവർ ഭയപ്പെടുന്നു. ഇദ്ദേഹത്തിൻ്റെ ഉയർന്നു വരുന്ന പോപ്പുലാരിറ്റിയും ഇദ്ദേഹത്തിൻ്റെ ആ സ്വീകാര്യതയും ഒക്കെ നാളെ ഒരുപക്ഷെ തങ്ങൾക്ക് വിഘാതമായേക്കുമോ എന്ന് ഭയപ്പെടുന്ന ഒരു വിഭാഗം, കോൺഗ്രസിലെ ഒരു വിഭാഗം എന്നത് കോൺഗ്രസ് വിഭാഗത്തിലും. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മൂന്നാം വട്ടവും ഒരു മൂന്നാം ഊഴവും പ്രതീക്ഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രബലനായ ഒരു എതിരാളിയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത്. അന്നേരം രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും പോലെയൊക്കെയുള്ള ഒരു യുവനിര വളർന്നു വന്നാൽ ആ യുവനിരയെ വി.ഡി. സതീശനടക്കം ചേർത്ത് പിടിച്ചാൽ തങ്ങൾക്കുണ്ടാകാൻ പോകുന്ന അതല്ലെങ്കിൽ അത്തരം ഒരു സഖ്യത്തോടുള്ള പൊതുജനത്തിനോടുള്ള ഒരു താല്പര്യം, അതുപോലെ തന്നെ കോൺഗ്രസ് പക്ഷത്തും പഴയ കടൽ കിഴവന്മാരെന്ന വിഭാഗത്തിൽപ്പെടുന്ന ആ ഒരാളുകളുടെ ഒരു ആശങ്ക. അതിന് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തെ ഉന്നം വെച്ചാലും അതുകൊണ്ട് തകരപ്പെടുന്ന വി.ഡി. സതീശനടക്കമുള്ള ഇവർക്ക് ടാർഗറ്റ് ചെയ്യാവുന്ന തകർക്കാൻ പറ്റുന്ന ഒരു പ്ലാനിങ് അവരുടെ ഭാഗത്തുനിന്നുണ്ട്. അതുപോലെ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും പാലക്കാട് അവരുടെ സ്വപ്ന മണ്ഡലമായ ഒരു വിജയമുറപ്പിച്ച മണ്ഡലത്തിൽ അവർക്ക് നാണംകെട്ട പരാജയമുറപ്പിച്ച രാഹുൽ മാങ്കൂട്ടത്തിനെ തീർക്കുക, അതിന് കിട്ടിയ ഒരു അവസരം എന്ന തരത്തിൽ ബി.ജെ.പിയും തീർച്ചയായിട്ടും ഉപയോഗിക്കുമായിരുന്നു. പക്ഷേ ഈ 7 ദിവസം നമുക്ക് നോക്കുമ്പോഴും ഈ 3 വിഭാഗത്തിനും തങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ ഒരു വിവാദം കത്തിച്ചതിൽ നേട്ടമുണ്ടായി എന്ന് ഈ 3 വിഭാഗത്തിൽ ആർക്കെങ്കിലും ക്ലെയിം ചെയ്യാൻ പറ്റുമോ? അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലും ഇത്രയും കടുത്ത ആരോപണങ്ങൾ ഉണ്ടായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ഒരു മനുഷ്യനെ ഒരു കൊലപാതകം ചെയ്തു എന്ന് പറഞ്ഞാൽ പോലും ആളുകൾ കൂടെ നിൽക്കും. എന്നാൽ ഒരു സ്ത്രീ വിഷയത്തിൽ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചാൽ തന്നെ എല്ലാവരും അകറ്റിക്കളയുന്ന ഒരു ചരിത്രമാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ പൊതുജനങ്ങൾ അദ്ദേഹത്തെ ഇപ്പോൾ നീ അതിപ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഞങ്ങൾ നിന്നോടൊപ്പമുണ്ട് എന്ന് പറയുന്ന തരത്തിലേക്ക് ഒരു ആവേശത്തിൽ ജനങ്ങൾ നിൽക്കുന്നു. അന്നേരം ഈ ഒരു 7 ആഴ്ചത്തെ ഒരു 7 days ഒരു വീക്ക്ലി ഇവാലുവേഷൻ നടത്തി കഴിഞ്ഞാൽ ഇതിൽ ആർക്കാണ് നേട്ടം, ആർക്കാണ് കോട്ടം? സുനില് പറഞ്ഞതിനകത്ത് 2 പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്. ഞാനത് 2 ഭാഗങ്ങളായി തന്നെ വിഭാഗിച്ചുകൊണ്ട് അതിന് വിശദീകരണം അല്ലെങ്കിൽ അതിന് ഉത്തരം തരാമെന്നാണ് എൻ്റെ വിചാരം. ഒന്നാം ഭാഗത്ത് സുനിൽ പറഞ്ഞത് കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഇതിനകത്തുണ്ടായിരിക്കുന്ന നീക്കങ്ങൾ ഏത് തരത്തിൽ നമുക്ക് വിശ്വസനീയമാണ്, അതിനകത്ത് ആളുകൾ ഏതെങ്കിലും തരത്തിൽ കള്ളക്കളികൾ നടത്തിയിട്ടുണ്ടോ? അങ്ങ് വി.ഡി. സതീശൻ്റെ പേര് പോലും എടുത്തു പറഞ്ഞു. കാരണം അദ്ദേഹം എന്തെങ്കിലും ഇതിനകത്ത് ഒരു ദുരുദ്ദേശത്തോടുകൂടി ഇടപെട്ടിട്ടുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അത് സ്വാഭാവികമാണ്. ആ തരം സംശയങ്ങളെ ഒന്നും ഞാൻ നിഷേധിക്കാൻ തയ്യാറല്ല. പക്ഷേ നമ്മൾ ചില യാഥാർത്ഥ്യങ്ങൾ കാണാതെ പോകരുത്. ഗ്രൗണ്ട് റിയാലിറ്റീസ് എന്ന് പറയുന്നത്, അതായത് കോൺഗ്രസ് പാർട്ടിയെ, ഒന്നാം ഭാഗത്തിൻ്റെ ഉത്തരം, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യഥാർത്ഥത്തിൽ മുഖത്ത് ഏറ്റ ഒരു വലിയ അടി അപ്രതീക്ഷിതമായി കിട്ടി എന്നുള്ള ഒരു പരമമായിട്ടുള്ള യാഥാർത്ഥ്യം, അതൊരു ഗ്രൗണ്ട് റിയാലിറ്റിയാണ്. കാരണം അവരുടെ ആരുടെയും മനസ്സിൽ ഒരു ഭാഗത്തും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഈ തരം ഒരു ആക്ഷേപം ഉണ്ടാവുകയും അത് പന്തം കത്തുന്നത് പോലെ കത്തി മലയാളി എവിടെയുണ്ടോ അവരെല്ലാം ചർച്ച ചെയ്യുകയും എന്നൊന്നും യാതൊരു സമയത്തും അവർ വിഭാവനം ചെയ്തിട്ടില്ല. സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ ഒരുപാട് ആഭ്യന്തര പ്രശ്നങ്ങളും വിഭാഗീയത ഉണ്ടെങ്കിലും കോൺഗ്രസ് പാർട്ടി ഈ പറയുന്ന ബഹുമാനപ്പെട്ട സണ്ണി ജോസഫ് KPCC പ്രസിഡന്റായി ചുമതല ഏറ്റതിന് ശേഷം ഒരു തരത്തിലെ ഒരു ധാരണ, കുറഞ്ഞ പക്ഷം പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ഒരു ഐക്യബോധം ഉണ്ടാകത്തക്ക രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ തരത്തിലൊരു വലിയ മുഖത്തേറ്റ അടി അവർക്ക് അനുഭവിക്കേണ്ടി വന്നത്. സ്വാഭാവികമായി അവർ പ്രതിരോധത്തിലായി. കാരണം സുനിൽ സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ ഒരു താരപരിവേഷവുമായി രംഗത്ത് വന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ, അതിൻ്റെ വിശദാംശങ്ങളൊക്കെ
സുനിൽ തന്നെ സൂചിപ്പിച്ചു. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് വിജയമുണ്ടായത്, അവിടെ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇമേജ് എന്നുള്ള കാര്യങ്ങൾ അത് നമുക്ക് സന്ദർഭവശാൽ പിന്നെയും പറയാൻ പറ്റുന്നെങ്കിൽ പറയാവുന്നതാണ്. പക്ഷേ അവിടെ വന്നപ്പോൾ ഇങ്ങനെയുള്ള ഒരാളിനെ പ്രതിരോധിക്കേണ്ട ഒരു ചുമതല വന്നപ്പോൾ കോൺഗ്രസ് ഒരു വലിയ ഭാരമാണ് അവരുടെ ചുമലിലേറ്റത്. അപ്പോൾ അവരതിൻ്റെ പ്രായോഗികമായ വശത്തിലേക്ക് പോയപ്പോൾ അവർ പല കാര്യങ്ങളും കേന്ദ്ര നേതൃത്വം അല്ലെങ്കിൽ ഹൈക്കമാൻഡ് ഉൾപ്പെടെയുള്ള ആളുകളുമായി ചർച്ച ചെയ്ത് ഇത് ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത തരത്തിൽ എങ്ങനെ പരിഹരിക്കാമെന്ന് അവർ തലമുകഞ്ഞ് നേതൃനിരയിലുള്ള എല്ലാ ആളുകളും, രമേശ് ചെന്നിത്തലയാകട്ടെ, എന്തിനു പറയുന്നു VM സുധീരൻ പോലും, അദ്ദേഹം സാധാരണയായി വളരെ സജീവമായി ഇപ്പോഴില്ലെങ്കിലും അദ്ദേഹം പോലും ഒരു ഗുണദോഷി എന്ന രീതിയിൽ ഈ കാര്യത്തിൽ ഇടപെടുകയും ഇതിനകത്ത് കോൺഗ്രസിനുണ്ടായതായിട്ടുള്ള ഈ ആഘാതത്തിൽ നിന്ന് പാർട്ടിയെ രക്ഷിക്കണമെന്ന് വിചാരിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് വലിയ ആലോചനയുടെ ശേഷമാണ് ഒടുവിലെടുത്ത തീരുമാനങ്ങൾ. ഈ ഒരാഴ്ച സുനിൽ സൂചിപ്പിച്ച പോലെ ആഴ്ചയുടെ 1-ാം ഭാഗത്തെടുത്ത നടപടി എന്നത് നമ്മൾ കാണാതെ പോകരുത്. അവിടുത്തെ നടപടി എന്താണ് എല്ലാവർക്കും അറിയാം, വിസ്തരിക്കുന്നില്ല. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അത് ആദ്യം ചെയ്തില്ല, അതിനെ സംബന്ധിച്ച് ഒരുപാട് വിവാദങ്ങളുണ്ടായി. അപ്പോൾ അവർ പല വഴികൾ ആലോചിക്കുകയായിരുന്നു ആ ദിവസങ്ങളിൽ എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിനിടയ്ക്കാണ് നമ്മളൊക്കെ നാടൻ ഭാഷയിൽ പറയും കാള പെറ്റെന്ന് കേട്ടാൽ കയറെടുക്കുക എന്ന് പറയുന്നത്. ഇതിനിടയ്ക്ക് കൂടെ കോൺഗ്രസ് പാർട്ടിയിലുള്ള ചില വനിതാ സീനിയർ നേതാക്കന്മാരൊക്കെ ഏതാണ്ട് ഒരു വിധി കൽപ്പിക്കുന്ന രീതിയിൽ പ്രസ്താവനയുമായി രംഗത്ത് വന്നു. പക്ഷേ അവരെല്ലാം എന്തായാലും കാര്യങ്ങൾ കുറെ കൂടെ സുനിൽ സൂചിപ്പിച്ചതുപോലെ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ പതുക്കെ തുടങ്ങിയപ്പോൾ അവരേതായാലും മൗനം പാലിച്ചു, അല്ലെങ്കിൽ അവരോട് മൗനം പാലിക്കാൻ പാർട്ടിയുടെ നേതാക്കൾ ആവശ്യപ്പെട്ടു. അപ്പോൾ ഇപ്പോൾ ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും അറിയാം. സീനിയർ ആയിട്ടുള്ള വനിതാ നേതാക്കൾ പെട്ടെന്ന് രംഗത്ത് വരികയും ഒരു ധാർമ്മികമായിട്ടുള്ള വശമൊക്കെ വ്യാഖ്യാനം ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷേ അവരെല്ലാം വാപൂട്ടി. അതോടൊപ്പം തന്നെ ഈ സുനിൽ സൂചിപ്പിച്ച പോലെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ വേണമെങ്കിൽ സുനിൽ പറഞ്ഞതിൻ്റെ വരികൾക്കിടയിൽ വായിച്ചാൽ ആർക്കെങ്കിലും ഇദ്ദേഹത്തിൻ്റെ സ്ഥാനം കിട്ടാനായി മോഹിച്ചിരുന്ന, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആകാൻ മോഹിച്ചിരുന്ന ആരെങ്കിലും മറുഭാഗത്തുണ്ടെങ്കിൽ അവരുടെ ഏതെങ്കിലും കറുത്ത കരങ്ങൾ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് സംശയിച്ചാൽ അങ്ങനെ സംശയിക്കുന്നവരെയും കുറ്റപ്പെടുത്താനാവില്ല. എന്തായാലും ഈ ഒരാഴ്ച ആവർത്തിച്ച് സുനിൽ പറഞ്ഞു, നമ്മുടെ ഈ ഒരാഴ്ചയിലെ എന്താണ് രേഖാചിത്രം എന്ന് പറയുമ്പോൾ കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ കാര്യം ഒരു താൽക്കാലികമായി സാങ്കേതികമായി ഒരടഞ്ഞ അധ്യായം എന്ന രീതിയിലാണ് അവർ ഇപ്പോൾ കാണുന്നത്. ഇന്നലെ മുതൽ നമ്മൾ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയം ആരും തന്നെ ഉത്തരവാദപ്പെട്ടവർ ചർച്ച ചെയ്യുന്നില്ല. മാത്രമല്ല, ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ സുനിൽ എന്നേക്കാൾ കൂടുതൽ അറിയാം, അവരിപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നു മാധ്യമങ്ങളിൽ പോലും ഈ വിഷയം ചർച്ച ചെയ്യാൻ കോൺഗ്രസിൻ്റെ വക്താക്കളെ അയക്കുന്നില്ല, അവർ പോകരുത് എന്ന് തീരുമാനമെടുത്തിരിക്കുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇതൊരു വളരെ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഒരു സെൻസിറ്റീവ് ഇഷ്യൂ ആണ്. അപ്പോൾ ആ സെൻസിറ്റിവിറ്റി ഉള്ളത് കൊണ്ട് അവർ ആ തരത്തിലാണ് നീങ്ങുന്നത് എന്നുള്ള 1-ാം ഭാഗം. 2-ാം ഭാഗം കൂടെ ഞാൻ പറഞ്ഞ് ആ ഭാഗം വിടാം. രണ്ടാമത് സുനിൽ പറഞ്ഞത് BJPയുടെയും CPMൻ്റെയും ഈ വിഷയത്തിലുള്ള ഇടപെടൽ എന്താണ്, അത് വളരെ വ്യക്തമല്ലേ. സുനിൽ തന്നെ പറഞ്ഞു, BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വപ്നമായിരുന്നു പാലക്കാട്. അവർക്ക് തൃശ്ശൂരെ വിജയത്തിന് ശേഷം അവർ തീർച്ചയായിട്ടും പാലക്കാട് കൊണ്ടുകയറി ഞങ്ങളുടെ ഏറ്റവും ശക്തമായ മണ്ഡലമാണ് എന്ന് വിചാരിച്ചവർ ഏതാണ്ട് അവരുടെ പട്ടികയിൽപ്പെടുത്തിയതാണ്. അങ്ങനെ പട്ടികയിൽപ്പെടുത്തിയതായ ഒരു മണ്ഡലം ആലോചിക്കണം. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആള് പാലക്കാടിൽ നിന്ന് എത്രയോ അന്യനായി നിന്ന ഒരാളാണ്. പത്തനംതിട്ട ജില്ലയിലെ ഒരു ഗ്രാമപ്രദേശത്ത് ജനിച്ചു വളർന്ന ഒരാളും പാലക്കാടും തമ്മിൽ സാംസ്കാരികമായിട്ടും ചരിത്രപരമായി ഒരു ബന്ധവും ഇല്ല എന്നത് എല്ലാവർക്കും അറിയാം. എന്നാൽ അദ്ദേഹം അവിടെ വന്നപ്പോൾ ഒരു കടൽ തിര ഇളകുന്ന ആരവത്തോടു കൂടിയാണ് അദ്ദേഹം അവിടെ പ്രവർത്തിച്ചത്. അല്ലെ, അദ്ദേഹത്തെ അവിടെ പ്രവർത്തിക്കാൻ പാർട്ടി സഹായിച്ചത്, നിയോഗിച്ചത്. അതിനകത്ത് ഒരുപാട് പേരുണ്ട്. ഈ പറയുന്ന ഷാഫി പറമ്പിലൊക്കെ അതിനകത്ത് മുഖ്യ വേണ്ടിയാണെന്ന് ഞാൻ വിശദീകരിച്ചു പോകുന്നില്ല. അപ്പോൾ പറഞ്ഞു വന്നത്, BJPക്ക് കിട്ടിയ ആഘാതം അവർക്ക് എങ്ങനെയെങ്കിലും ഒരു പ്രതികാരം വീട്ടാൻ അവസരം കിട്ടുമോ എന്ന് പാർത്തിരുന്നു. ചവിട്ടുകൊണ്ട പാമ്പ് എപ്പോഴാണെങ്കിലും കടിക്കാൻ ശ്രമിക്കും. അതൊന്ന്. രണ്ടാമത് സുനിൽ പറഞ്ഞത് CPMൻ്റെ കാര്യമാണ്. CPMനെ സംബന്ധിച്ചിടത്തോളം ഏത് എര കിട്ടിയാലും ചാടിപ്പിടിച്ച് കോൺഗ്രസിനെ വകവരുത്താൻ, പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ വളരെയേറെ അതിശക്തമായി CPMനെ എല്ലാ സമയവും കടന്നാക്രമിച്ചിട്ടുള്ള വാക്കുകൾ കൊണ്ട്, എന്തിനു പറയട്ടെ, ഏറ്റവും ഒടുവിലെ നിയമസഭാ സമ്മേളനത്തിൽ പോലും
എത്ര ശക്തമായി CPM-നെ അദ്ദേഹം ആക്ഷേപിക്കുകയോ അല്ലെങ്കിൽ വിലയിരുത്തി വിമർശിച്ചു. അപ്പോഴും അവർ തക്കം നോക്കിയിരിക്കുകയായിരുന്നു. പിണറായി വിജയനെ പോലെയുള്ള ഒരാൾ എപ്പോഴും, ഞാൻ പറയുന്നത് ക്ഷമിക്കണം, എപ്പോഴും അവസരം പാർത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ കൗശലമുള്ള ഒരു നേതാവാണെന്നാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹത്തിന് പ്രതിയോഗികളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു തരത്തിലുള്ള ഒരു സഹിഷ്ണുത അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും അദ്ദേഹത്തെ ഏകാധിപതി എന്നൊക്കെ വിശേഷിപ്പിക്കുന്നു, സർവാധിപതി, അതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വഭാവവിശേഷങ്ങളാണ്. അതുകൊണ്ട് CPM ഇതിനകത്ത് നല്ല ഒരു കളി കളിച്ച് ഈ കോൺഗ്രസ് പാർട്ടിയെ പൊതുവെയും രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രത്യേകിച്ചും നിശബ്ദരാക്കാനുള്ള ഒരു ബോധപൂർവ്വം ശ്രമം നടന്നു എന്നുള്ളത് പരമമായ യാഥാർത്ഥ്യമാണ്. അവിടെയും CPM-ന് ലാഭമുണ്ടായി, BJP-ക്ക് ലാഭമുണ്ടായി, കോൺഗ്രസിന് വലിയ നഷ്ടമുണ്ടായി എന്ന രീതിയിലേക്ക് ഒരു ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്ന കാര്യത്തിൽ നമ്മൾ സമയമായിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ സാർ പറഞ്ഞ പോലെ ഈ മൂന്ന് കൂട്ടർക്കും, അതായത് എന്താണോ ഇവർ ലക്ഷ്യം വെച്ചത്, ആ മൂന്ന് കൂട്ടർക്കും, കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള വിഭാഗത്തിനാണെങ്കിലും LDF-നാണെങ്കിലും BJP-ക്കാണെങ്കിലും ഈ ഒരു വിവാദം കത്തിച്ചു വിട്ടതുകൊണ്ട് നേട്ടമുണ്ടാക്കാനായില്ല എന്നത് ഈ ഒരാഴ്ച കാലഘട്ടം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അതുപോലെ ജോർജ് സാർ സൂചിപ്പിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു, കോൺഗ്രസ് നേതൃത്വത്തിന് തന്നെ പറ്റിയത് അബദ്ധമായി, തങ്ങൾ കെണിയിൽ പെട്ടു എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉത്തരം മുട്ടി നിൽക്കുകയാണ്. കാരണം ചോദ്യം ചോദിക്കുകയാണ്, പൊതുസമൂഹം ചോദിക്കുകയാണ്, പാർട്ടി പ്രവർത്തകർ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിന് കാള പറ്റൂ എന്ന് കേട്ടപ്പോൾ എന്തിന് നിങ്ങൾ കയറെടുത്തു എന്ന് ചോദിക്കുമ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് മിണ്ടണ്ട, ഈ വിഷയത്തെക്കുറിച്ച് പരമാവധി പ്രതികരിക്കേണ്ട. ചാനലുകളിൽ ഇത്തരം ചർച്ചകൾ ഉണ്ടായാൽ ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാൻ വിളിച്ചാൽ പാർട്ടി പ്രവർത്തകർ, പാർട്ടി നേതാക്കൾ യാതൊരു കാരണവശാലും അത്തരം ചർച്ചകളിൽ പങ്കെടുക്കാൻ പാടില്ല. അഭിപ്രായങ്ങൾ അവരുടെ ഇതായ രീതിയിൽ പറയുവാൻ പാടില്ല. ഈ വിഷയത്തെ ആളിക്കത്തിക്കുന്ന രീതിയിലുള്ള, ഇതിനെ പ്രൊവോക്ക് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള യാതൊരു പ്രതികരണങ്ങളും ഫർദർ നടത്താൻ പാടില്ല. ഈ വിഷയം പതുക്കെ അവർ വിട്ടുപിടിച്ചാൽ ഇത് ജനങ്ങളുടെ വിസ്മൃതിയിൽ നിന്ന് പോവുകയും ചെയ്യും. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനന്തമായി അങ്ങനെ പുറത്തു നിർത്താം. അവർ ഇതിനകത്ത് അബദ്ധം പറ്റി അല്ലെങ്കിൽ പാളിച്ച പറ്റി എന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഒരു നേതൃത്വത്തിൻ്റെ ഒരു പരാജയമായി അത് ഇന്റർപ്രറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നും മനസ്സിലാക്കി അവർ ഇപ്രകാരം ഒരു നടപടി സ്വീകരിക്കുകയാണ്. പക്ഷേ ലോകമെമ്പാടുമുള്ള കോൺഗ്രസ് പ്രവർത്തകരായ, കോൺഗ്രസിനെ നെഞ്ചിലേറ്റിയ അമ്മമാരും അമ്മവെങ്ങന്മാരും നാട്ടുകാരും എല്ലാം പറയുന്നത് ഞങ്ങളിത് വിസ്മരിക്കാൻ തയ്യാറല്ല. കാരണം BD സതീശൻ്റെയും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെയും ഭാഗത്തു നിന്നും ഇത്തരം ഒരു അബദ്ധം സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത് ഏറ്റുപറയുക, അത് പരിഹരിക്കുവാനുള്ള അവസരം ഇപ്പോഴുമുണ്ട്. നിങ്ങളിതിനെ ജനങ്ങൾ വിസ്മൃതിയിൽ ആണ്ടുകൊള്ളും, മറന്നുകൊള്ളും എന്ന് പറഞ്ഞ് ഈ വിഷയത്തെ നിങ്ങൾ നിസ്സാരവൽക്കരിച്ച് ഉണ്ടാക്കിയ നാശനഷ്ടത്തിനെ നിങ്ങളത് മിനിമൈസ് ചെയ്യുവാനോ മൂടി വെക്കുവാനോ ശ്രമിച്ചാൽ സാധ്യമല്ല. അബദ്ധം പറ്റിയെങ്കിൽ നിങ്ങൾ അത് സമ്മതിക്കുക. ഇതിനകത്ത് ഈഗോയോ മറ്റൊരു തരത്തിലോ പാർട്ടിയാണ് ഫസ്റ്റ്, പാർട്ടിയാണ് വലുത് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് അല്പം വിവേകക്കുറവ് ഉണ്ടായി എന്ന് ബോധ്യം വന്ന സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണാവുന്നത് ഒരു KPCC അധ്യക്ഷൻ ഒരു പ്രസ്താവന നടത്തുക, ഞങ്ങളുടെ ഒരു അന്വേഷണ സമിതി ഇതിനെക്കുറിച്ച് ഒരു പ്രാഥമിക പഠനം നടത്തി കഴിഞ്ഞപ്പോൾ ഇത് ഞങ്ങളുടെ ഉമ്മൻചാണ്ടിയെ നശിപ്പിച്ചതുപോലെ പാർട്ടിയെ നശിപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒരു പ്രതിപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ എഫേർട്ടാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഇതിനൊരു പരാതിക്കാരില്ല, ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. അങ്ങനെ ആർക്കെങ്കിലും പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും വേഗം നിങ്ങൾക്കൊണ്ട് പരാതി നൽകുക. ആ പരാതിയെക്കുറിച്ച് പോലീസ് അന്വേഷിച്ച് കോടതി ഒരു തീർപ്പ് കൽപ്പിക്കുന്നവരെ അദ്ദേഹത്തെ ഞങ്ങൾ സംരക്ഷിക്കും. അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടാൽ ഞങ്ങൾ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കും എന്ന് പറഞ്ഞാൽ അതിനൊരു അന്തസ്സില്ലേ? അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ഇനിയും അതിന് അവസരമുണ്ട്. അദ്ദേഹത്തെ ഈ പാർട്ടിയുടെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഇന്ന് കാണുന്ന ആ ഒരു വൈബ്രൻസി ഉണ്ടാക്കിയ, ചത്തുകിടന്ന ആ ഒരു പ്രസ്ഥാനത്തിന് ഒരു ഉണർവുണ്ടാക്കിയ, പാലക്കാടൻ വിജയത്തിലൂടെ കോൺഗ്രസിന് ഒരു തിരിച്ചുവരവ് ഉണ്ട് എന്ന ആ ഒരു സന്ദേശം നൽകിയ ആ യുവ നേതാവിനെ, ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന ആ നേതാവിനെ എത്രയും വേഗം നിങ്ങളോടൊപ്പം തന്നെ ചേർത്ത് നിർത്തി അപ്രകാരം ഒരു സന്ദേശം നൽകുവാൻ സാധിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിച്ച എല്ലാവരും തന്നെ നിങ്ങളോടൊപ്പം നിൽക്കും. ഇനിയും അവസരമുണ്ട്, വൈകിപ്പോയിട്ടില്ല എന്നാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. ഈ കാര്യത്തിൽ സാറിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? സുനിലെ പറഞ്ഞതിനകത്തൊരു നല്ല സന്ദേശമുണ്ട്. പക്ഷേ ഇതിനൊരു വൈകാരികമായ അംശമുള്ള ഒരു വിഷയമാണ്. ആ തരത്തിലാണ് ഇതിനെ കോൺഗ്രസ് പാർട്ടി കണ്ടത് എന്നാണ് ഞാൻ വിചാരിക്കുന്നു. കാരണം പൊതുവികാരം ഉണർന്നു വന്നപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് നിഷ്ക്രിയമായി ഇരിക്കാൻ കഴിയുകയില്ല എന്നവർ തിരിച്ചറിഞ്ഞു. സുനിൽ തന്നെ അറിയാമല്ലോ, തുടക്കത്തിലൊന്നും കാര്യമായ രീതിയിൽ
ഒരു നടപടിയും എടുക്കാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറായില്ല. വളരെ വളരെ ആലോചിച്ച് അവർക്ക് എന്ത് ചെയ്യണം എന്ന് പോലും അറിയാൻ പാടില്ലാത്ത ചില നിമിഷങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം മുൻനിരയിൽ നിൽക്കുന്ന നേതാക്കൾ, പ്രതിപക്ഷ നേതാവാകട്ടെ, KPCC പ്രസിഡന്റ് ആകട്ടെ, അല്ലെങ്കിൽ മുൻ KPCC പ്രസിഡന്റുമാരാകട്ടെ, അതല്ലെന്നുണ്ടെങ്കിൽ MP മാരാകട്ടെ, ആരും തന്നെ ഈ വിഷയത്തിൽ ഖണ്ഡിതമായ ഒരു അഭിപ്രായം പറഞ്ഞ് ആദ്യഘട്ടത്തിൽ മുന്നോട്ട് വന്നിട്ടില്ല എന്നത് അത് കാണിക്കുന്ന സൂചന അവർക്കാർക്കും മനസ്സുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പൂർണ്ണമായി തള്ളിപ്പറയാൻ കഴിയുന്നില്ല എന്ന്. പക്ഷേ സാർ ആ പറഞ്ഞ പോയിന്റിനോട് എനിക്കൊരു വിരുദ്ധാഭിപ്രായമാണ് ഉള്ളത്. കാരണം ഇത് ആദ്യമേ റിപ്പോർട്ടർ ചാനലിലൂടെ ഇവർ ഈ ഒരു വിഷു എടുത്ത് ആളി കത്തിക്കാൻ തുടങ്ങിയ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ VD സതീശൻ വന്ന് പറയുന്നു, യാതൊരു കാരണവശാലും പാർട്ടി ഇത്തരക്കാരെ സംരക്ഷിക്കത്തില്ല, നടപടി കർശനമായി ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അന്നേരം ഈ വിഷു കത്തിച്ച അന്ന് തന്നെ റിപ്പോർട്ടർ ചാനല് കോടതിയായി മാറുകയും അരുൺകുമാർ ജഡ്ജിയായി മാറുകയും അതുപോലെ VD സതീശൻ ആരാച്ചാരായി മാറുകയും ചെയ്ത ഒറ്റ ദിവസം കൊണ്ട് തന്നെ അവർ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് അവർ പ്രഖ്യാപിച്ചു. ഇദ്ദേഹത്തിൻ്റെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തിൽ നിന്നും അദ്ദേഹത്തെ നീക്കം ചെയ്ത നടപടി ആദ്യ ദിനം തന്നെ ഉണ്ടായി. എന്നാൽ അവരൊരു പ്രാഥമിക അന്വേഷണം നടത്താനുള്ള, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊന്നും ഞങ്ങൾ അന്വേഷിക്കട്ടെ, ഇദ്ദേഹത്തെ ഒരു തരത്തിലും ഡിഫെൻഡ് ചെയ്യാനുള്ള ശ്രമം പോലും ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്തത് കൊണ്ടാണ് ജനങ്ങൾ ഇത്രത്തോളം ഇതിൻ്റെ പിന്നിൽ ഒരു ശക്തമായ ഗൂഢാലോചനയുണ്ടെന്നും ഇവരെ ഒറ്റപ്പെടുത്തുവാനും ജനങ്ങൾ തുനിഞ്ഞത്. സുനിലെ, പൊതുസമൂഹത്തിൻ്റെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പ്രതികരിക്കുന്നത് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാവിക്ക് നല്ലതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ സംഗതി എത്രയെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്ന് കാലം തെളിയിച്ചാൽ പോലും കോൺഗ്രസ് പാർട്ടിയുടെ മുൻനിരയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗ്ലാമർ താരമായ എക്സിനോ വൈക്കോ ഒരാൾ ഇങ്ങനെയുള്ള ഒരു ആരോപണത്തിന് വിധേയമാകുമ്പോൾ പാർട്ടിക്ക് ഒരു കാരണവശാലും നിശബ്ദത പാലിക്കാൻ സാധ്യമല്ല എന്നത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ആളുകളെ ഉൾക്കൊള്ളാൻ പാർട്ടി സന്നദ്ധമല്ല എന്ന് പറയാനുള്ള ആർജവം കാട്ടുന്നതിനെ ഞാനിതിനെ പോസിറ്റീവായി കാണുന്നു. കൂട്ടത്തിൽ എന്നേക്കാൾ നന്നായി സുനിൽ അറിയാമല്ലോ, മറ്റ് രാഷ്ട്രീയ കക്ഷികളെക്കുറിച്ച് ആലോചിച്ച് നോക്കണം. എവിടെയാണ് ഇതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ട് പാർട്ടി ഏതെങ്കിലും തരത്തിൽ നടപടിയെടുത്ത ഒരു സംഭവം നമ്മുടെ ഈ പറയുന്ന രാഷ്ട്രീയ ചരിത്രത്തിലുണ്ടോ? ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, കാരണം നിങ്ങളൊക്കെ ധാരാളം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളവരാണ്. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇതിന് സമാനമോ ഇതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുള്ള ആളുകൾ എത്ര ആളുകളെ ഇന്നവർ മാറ്റി നിർത്തിയിട്ടുണ്ട്. അവരെ മുഴുവൻ ചേർത്ത് പിടിക്കുന്നതായിട്ട് അത് മാർക്സിസ്റ്റ് പാർട്ടിക്കുണ്ടായ ഗുണമാണ്, അല്ലെങ്കിൽ അതൊരു വലിയ നേട്ടം അവർക്കുണ്ടാക്കിയെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. അതായത് നമ്മൾ സാധാരണ പറയുന്ന, മുഖ്യമന്ത്രി തന്നെ ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ, മടിയിൽ കനമുള്ളവന് മാത്രമേ വഴിയിൽ പേടിക്കേണ്ടതുള്ളൂ. സ്ഥിരമായി പറയുന്ന ഒരു ചൊല്ലാണത് മടിയിൽ കനം. അപ്പോൾ അവിടെ ഞാൻ വിചാരിക്കുന്നത് ഈ പ്രതിപക്ഷ നേതാവ് സുനിൽ പറഞ്ഞതുപോലെ തുടക്കത്തിൽ ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്ന രീതിയിലെങ്കിലും ഒന്ന് നിൽക്കേണ്ടതായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ പ്രതിപക്ഷ നേതാവ് എടുത്ത ഒരു നടപടി, എനിക്ക് തോന്നുന്നത് അവരൊരു കൂടിയാലോചന രഹസ്യമായിട്ടെങ്കിലും സീനിയർ നേതാക്കൾ നടത്തിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പെട്ടെന്ന് ഓൺ ചെയ്ത് ഇതൊക്കെ കേട്ടതാണെങ്കിലും ഇതെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്ന് പറയുന്നതിനേക്കാൾ അല്പമെങ്കിലും മുമ്പേ ഞാൻ പറഞ്ഞ പോലെ വൈകാരികമായിട്ടുള്ള ഒരു പിന്തുണ സ്ത്രീകളുടെ ഭാഗത്തു നിന്നൊക്കെ വേണം. അങ്ങനെ ഒരു മോശക്കാരനായവനെ പാർട്ടി എന്തായാലും അത് തിരിച്ചറിഞ്ഞല്ലോ എന്ന് പറയുന്ന ഒരു ചിന്ത ഇതിനകത്തുണ്ടായിട്ടുണ്ട്. അത് കണ്ടുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി ആ തരത്തിൽ ഒരു തീരുമാനം. ഒരു കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ എനിക്ക് പറയാം. ഞാൻ ഒന്ന് സുനിലിനേക്കാൾ നന്നായി, ഇത്രയും നാളായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നാവിൽ നിന്ന് പാർട്ടിയിൽപ്പെട്ട ആർക്കെങ്കിലും എതിരായോ പാർട്ടിക്കെതിരായോ ഒരു ശബ്ദം പോലും അദ്ദേഹം പുറപ്പെടുവിച്ചിട്ടില്ല എന്ന ഒരു പരമമായ യാഥാർത്ഥ്യമാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ മനസ്സിലാക്കൽ തെറ്റാണെങ്കിൽ ദയവായി തിരുത്തണം. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനോട് വൈകാരികമായി ഇപ്പോഴും ബന്ധം പുലർത്തണം. ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ആരോപണങ്ങൾക്ക് ഇരയായി എന്നേക്കുമായി അസ്തമിച്ചു പോകരുത് എന്ന് കരുതുന്ന ആളുകൾ കോൺഗ്രസ് പാർട്ടിയിൽ കുറച്ചെങ്കിലും ഇപ്പോഴുമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ആ വിശ്വാസമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെയും ഇത്രയുമൊക്കെ പ്രതിസന്ധികൾ വന്നപ്പോഴും പ്രതിരോധിക്കാൻ അല്പമെങ്കിലും കഴിഞ്ഞത് എന്നതാണ് എൻ്റെ വിശ്വാസം. മാത്രമല്ല, വളരെ സാങ്കേതികമായൊരു പ്രശ്നമുണ്ട്. സുനിൽ അറിയാമല്ലോ, ഇപ്പോൾ ചാടിപ്പിടച്ച് രാഹുൽ മാങ്കൂട്ടത്തിനോട് പറയുകയാണ്, നിങ്ങൾ MLA സ്ഥാനം രാജിവെക്കണം.
അവിടെ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതൊരു സാങ്കല്പികമായ ചോദ്യമാണ്. ഈ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളെല്ലാം സുനില് പറയാതെ പറഞ്ഞതുപോലെ എല്ലാം അടിസ്ഥാനരഹിതമായിരുന്നു, ഇതെല്ലാം കെട്ടിച്ചമച്ച തിരക്കഥയായിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോകുന്ന MLA സ്ഥാനം തിരിച്ചു കൊടുക്കാനായി സാധിക്കുമോ? അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ നമ്മൾ പറയാറുണ്ട് സാധാരണ, വീണ്ടും ഒരു പഴഞ്ചൊല്ല് പറയാം, നമ്മൾ വളയ്ക്കുകയാകാവൂ, ഓടിക്കരുത്. ഓടിക്കേണ്ട സന്ദർഭം വരുമ്പോൾ ഓടിക്കണം. മാർക്സിസ്റ്റ് പാർട്ടി ഇതുവരെ അതിന് തയ്യാറായിട്ടില്ലല്ലോ. അപ്പോൾ അവിടെയും ഒരു വൈവിധ്യം കാണണം. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ ഇപ്പോൾ ഇവരൊക്കെ ചങ്ങാതികളാണ് BJPയും CPM-ഉം. കാരണം പൊതുശത്രുവിനെ നേരിടാൻ ഈ പറയുന്ന ശത്രുക്കൾ ഇപ്പോൾ തോളോട് തോള്. അത് തന്നെ എന്തൊരു നിലവാരമില്ലാത്ത രാഷ്ട്രീയ നിലപാടാണ്. അപ്പോൾ അതും നമ്മൾ കാണാതെ പോകരുത്. നമുക്ക് ഏവർക്കും അറിയാം, ഒരാഴ്ച പിന്നിടുമ്പോൾ ഈ ഒരു വിഷയത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം, ഇതിന് മറുപടി പറയേണ്ടുന്ന ബാധ്യത ഒരേ ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കുന്നതാണ് നാം കാണുന്നത്. അതാരാണ്? പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അമിതാവേശം കാണിച്ച് പാർട്ടി ഘടകങ്ങളുമായി ആലോചിക്കാതെ പെട്ടെന്ന് എടുത്ത ആ ഒരു തീരുമാനം, പ്രാഥമിക അംഗത്വം തന്നെ സസ്പെൻഡ് ചെയ്ത് പാർട്ടിയുമായി ഇനി ഇദ്ദേഹത്തിന് യാതൊരു ബന്ധവുമില്ല, എന്തൊക്കെ സംഭവിച്ചാലും പാർട്ടിക്ക് അതിൽ യാതൊരു ഉത്തരവാദിത്വവുമില്ല, വരുന്ന നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ മറ്റൊരു ബ്ലോക്കായി അദ്ദേഹത്തെ ഇരുത്തണമെന്നും ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നും പറഞ്ഞ് പാർട്ടി ഇദ്ദേഹത്തെ പൂർണ്ണമായും കൈയൊഴിഞ്ഞു. ആ കൈയൊഴിഞ്ഞ അവസരത്തിലും ജോർജ് സാറ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ഒരക്ഷരം പാർട്ടിക്കെതിരെ ഇതുവരെ അദ്ദേഹം മിണ്ടിയിട്ടില്ല. തൻ്റെ കൂടെ നിന്നവർക്കെതിരെ അദ്ദേഹം ഒരക്ഷരം ശബ്ദിച്ചിട്ടില്ല. പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള യാതൊരു പരാമർശങ്ങളോ വിവാദ പരാമർശങ്ങളോ അദ്ദേഹം ഇതുവരെ നടത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. പക്ഷേ പുറമേ നിന്ന് അമ്മമാരും ലോകമെമ്പാടുമുള്ള മലയാളികളും അദ്ദേഹത്തോട് പറയുന്നു, രാഹുലേ, പാർട്ടിയെ നിന്നെ വേണ്ടെങ്കിൽ ഞങ്ങൾക്ക് നിന്നെ വേണം, സ്വതന്ത്രനാകൂ, ഞങ്ങളെല്ലാ സപ്പോർട്ടും തരാം, പിന്തുണയും നൽകാം എന്ന് പറഞ്ഞ് ജനങ്ങൾ മുറവിളിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ മുറവിളി കേട്ട ഭയപ്പെട്ട കോൺഗ്രസ് നേതൃത്വം സാർ സൂചിപ്പിച്ചതുപോലെ അവർ മാധ്യമങ്ങളുടെ മുന്നിൽ പെടാതെ നോക്കുകയാണ്. മാധ്യമങ്ങളിൽ തങ്ങളുടെ പ്രതിനിധികളെ ചർച്ചയ്ക്ക് അയക്കാതെ നോക്കുകയാണ്. ഈ വിഷയത്തിൽ ആരൊക്കെ നേട്ടമുണ്ടാക്കാൻ നോക്കിയോ അവർക്കെല്ലാം അക്ഷരാർത്ഥത്തിൽ കൈപൊള്ളിയ അനുഭവമാണ്. വളരെ ഇമേജ് ക്ലീൻ എന്ന് വിശ്വസിച്ച, വളരെ സൽസ്വഭാവിയും പാലക്കാട്ടെ അടുത്ത ഒരു പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ് എന്നും വിചാരിച്ചിരുന്ന അവരുടെ BJPയുടെ സമ്മന്നതനായ നേതാവ് കൃഷ്ണകുമാറും ഇതുപോലെ തന്നെ ഒരു പെൺവിഷയത്തിൽ ഒരു ഗുരുതരമായ ആരോപണം നേരിട്ട് അദ്ദേഹവും അതിനെ ന്യായീകരിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇതിപ്പോൾ സംഭവിച്ചു? അപ്രകാരം ഒരു പരാമർശം വരുവാൻ കാരണം ഈ രാഹുൽ വിഷയത്തിൽ അവർ കാണിച്ച അമിതാവേശമാണ്. പക്ഷേ VD സതീശൻ തൻ്റെ കയ്യിൽ ബോംബുണ്ടെന്ന് പറഞ്ഞിട്ടും പ്രഖ്യാപിച്ചു എങ്കിലും ആ ബോംബ് പ്രയോഗിക്കേണ്ടുന്ന സമയം ഇതാണ്. കഴിഞ്ഞ 2 ദിവസമായി അദ്ദേഹത്തെ കാണുന്നില്ല. ഷാഫിയെ വടകരയിൽ തടഞ്ഞ് ആക്രമിച്ച വിഷയത്തിൽ പോലും VD സതീശൻ ഇതുവരെ ഒരു പ്രതികരണവുമായി വന്നിട്ടില്ല. ബോംബുണ്ടെങ്കിൽ എന്ന് പൊട്ടിക്കുവാനാണ് സതീശ എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. ഇപ്പോൾ ഒരാഴ്ച പിന്നിടുമ്പോൾ നമ്മുടെ ചർച്ചാ വിഷയം ഇതാണ്. ഈ ഒരാഴ്ച പിന്നിടുമ്പോൾ ഈ രാഹുൽ വിഷയത്തിൽ കോട്ടമാർക്കാണ്, നഷ്ടമാർക്കാണ് എന്നാണ് നമ്മൾ ചർച്ച തുടരുന്നത്. നമ്മളുടെ ഈ ഒരു ചർച്ചയുടെ ഇതുവരെയുള്ള ആ ഒരു പുരോഗതി നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇതിൻ്റെ നേട്ടം എന്ന് പറയുന്നത് എല്ലാവർക്കും ഇതും കൊണ്ട് കോട്ടമേ ഉണ്ടായിട്ടുള്ളൂ. ഈ ഒരു വിവാദം കത്തിച്ചു വിട്ടതിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ആ യുവനേതാവിന് അദ്ദേഹത്തിൻ്റെ ഉണ്ടായ ഡാമേജ്. പക്ഷേ ഒരു സൈഡിൽ അദ്ദേഹത്തിന് ഇത്തരം ആരോപണം വന്ന് അദ്ദേഹത്തിൻ്റെ ഇമേജ് തകർക്കാൻ ശ്രമിച്ചുവെങ്കിൽ പോലും ലോകമെമ്പാട് നിന്നും ഒരു മനുഷ്യൻ പോലും പ്രതീക്ഷിക്കാത്ത, സകലരുടെയും കണ്ണു തെള്ളിച്ച, സകലരെയും അമ്പരപ്പിക്കുന്ന ഒരു സപ്പോർട്ടും ഒരു പിന്തുണയുമാണ് അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ട്. അന്നേരം അതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള ഈ 7 ദിവസം നമ്മൾ പിന്നിടുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഇതുകൊണ്ടൊരു ഇതുവരെയുള്ള കാര്യങ്ങൾ നമ്മൾ അവലോകനം ചെയ്യുമ്പോൾ നേട്ടവും, കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ പ്രതിരോധത്തിലായി ഉത്തരം മുട്ടി നിൽക്കുന്ന അവസ്ഥ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉത്തരം മുട്ടി അദ്ദേഹം പിൻവലിയുന്ന അവസ്ഥ, പാർട്ടി തന്നെ ഈ ഒരു വിഷയം വിട്ടുപിടിക്കുന്ന അവസ്ഥ, CPM-നെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് നേതൃത്വം തന്നെ അവർക്ക് കുത്താനുള്ള കത്തി ഇട്ട് കൊടുത്തു എങ്കിൽ പോലും അവർക്കും പരിമിതികളുണ്ട്. അന്വേഷണം നടത്തുവാൻ പിണറായി പോലീസിന് ഉത്തരവ് നൽകിയെങ്കിൽ പോലും എന്ത് അന്വേഷണം നടത്തും?
പരാതിയില്ല, തെളിവുകളില്ല, യാതൊന്നുമില്ല. എന്തിൻ്റെ ബേസിൽ? ഇപ്പോൾ വളരെ വിവാദമായ, നമുക്കറിയാം, ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു. വളരെ ഗുരുതരമായ പരാമർശങ്ങളും ആരോപണങ്ങളും പലർക്കും നേരെ ഉണ്ടായെങ്കിലും അവസാനം കോടികൾ ചെലവഴിച്ച് നടത്തിയ അന്വേഷണങ്ങളും അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടും എല്ലാം വെറും പ്രഹസനമായി മാറി. അത് അവസാനം ആവിയായിപ്പോയി. അതുപോലെ തന്നെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ, 7 ദിവസം കൊണ്ട് തന്നെ ഇത് ഏതാണ്ട് ഒരു ജീവൻ പോയ ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. സർ, എന്ത് തോന്നുന്നു? സുനിൽ പറഞ്ഞത് ഒരു നല്ല അളവ് വരെ ശരിയാണ്. കാരണം ഇത് തുടർന്ന് ഇതിനെ പ്രതിരോധിക്കാനുള്ള ഉത്തരവാദിത്വത്തിൻ്റെ സിംഹഭാഗവും പ്രതിപക്ഷ നേതാവിനാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോഴും അദ്ദേഹം ഒരുപക്ഷെ ആശ്രയിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ മുഖം രക്ഷിക്കാനായി ഒരു സമയോചിത നടപടി എന്ന രീതിയിൽ ഞാൻ ഈ നടപടി എടുത്തതാണ്. അല്ലാതെ എനിക്ക് എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ അകറ്റി നിർത്തിയിട്ടില്ല എന്നൊരു പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സ് മന്ത്രിക്കുന്നുണ്ടാകാം എന്നാണ് എൻ്റെ വിചാരം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, രാഹുലിൻ്റെ ഒരു വികാരമാണ് കോൺഗ്രസ് പാർട്ടി എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അതുകൊണ്ട് കാലചക്രം തിരിയുമ്പോൾ രാഷ്ട്രീയത്തിൽ എന്തും അസാധാരണമായി സംഭവിക്കുന്ന ഒരു മേഖലയായതുകൊണ്ട് കാലം കഴിയുമ്പോൾ എന്തായാലും ഇതിനൊക്കെ ഒരു നീക്കുപോക്കുണ്ടാകും എന്ന് തന്നെയാണ് കരുതേണ്ടത്. അതോടൊപ്പം തന്നെ സുനിൽ പറഞ്ഞതുപോലെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ആക്ഷേപത്തെയും ഈ ആരോപണത്തെയും ഒക്കെ ശക്തിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മാനസികമായിട്ടുള്ള കരുത്ത് ഇപ്പോൾ ഭരണപക്ഷത്ത് നിൽക്കുന്ന CPM-നോ BJP-ക്കോ ഇല്ല എന്ന ഒരു യാഥാർത്ഥ്യം കൂടെ അവർ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. 2 ദിവസം മുമ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിലാണല്ലോ അദ്ദേഹം പറഞ്ഞത്, നിയമപരമായിട്ടുള്ള എല്ലാ നടപടികളും നമ്മൾ സ്വീകരിക്കും. സ്ത്രീകൾ ആരെങ്കിലും പരാതിയുമായി മുന്നോട്ട് വന്നാൽ അവർക്ക് എല്ലാ സംരക്ഷണവും ഒക്കെ നൽകും. ഇതൊക്കെ നമ്മൾ നേരത്തെ സുനിൽ പറഞ്ഞതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപ മുടക്കി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കി അതിപ്പോൾ മിക്കവാറും ശിവകാശിയിലേക്ക് പടക്കത്തിന് അയച്ചു കൊടുക്കുന്ന അവസ്ഥയിലിരിക്കുകയാണ്. അതിനകത്ത് ആരോപിക്കപ്പെട്ടതായിട്ടുള്ള CPM-ൻ്റെ മുൻനിര നേതാക്കന്മാർക്കൊക്കെ എന്ത് സംഭവിച്ചു? അവർക്കെതിരായിട്ടൊന്നും ഒരു നടപടിയും എടുക്കാനായിട്ട് പാർട്ടിക്ക് ആർജവമില്ലാതെ പോയല്ലോ. അതിനല്ലേ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ BJP-ക്ക് സംഭവിച്ചതും അതിൻ്റെ മറ്റൊരു ഭാഗമല്ലേ? അവരുടെ ഒരു മുൻനിര നേതാവായിരിക്കുന്ന C. കൃഷ്ണകുമാറിൻ്റെ പേരിലുണ്ടായിരിക്കുന്ന ആരോപണം. അവരുടെ മിണ്ടാട്ടവും നിർത്തിയില്ലല്ലോ. ഇതിനകത്ത് വേറൊരു തമാശ കൂടെ കുറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ 2 ദിവസം മുമ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയതായിട്ടുള്ള ഒരു വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു, അടിയന്തരമായി പോലീസ് വേണ്ട നടപടികളും അന്വേഷണങ്ങളും നടത്തുമെന്ന്. ഇത് കേട്ടപാടെ കേൾക്കാത്ത പാടെ വാലാട്ടികളായിട്ടുള്ള കുറേ പോലീസ് ഉദ്യോഗസ്ഥരുടെ ക്രൈംബ്രാഞ്ച് അങ്ങ് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഞാൻ പല നിയമവിദഗ്ധരോടും ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ചാൽ പറഞ്ഞു, ക്രൈംബ്രാഞ്ചിന് സുവോമോട്ടോ കേസെടുക്കാൻ സാധ്യമല്ല. ക്രൈംബ്രാഞ്ച് ഇടപെടുന്നത് ഏതെങ്കിലും ഒരു സ്റ്റേഷൻ അതിർത്തിയിൽ കേസുണ്ടായാൽ അവിടുത്തെ SHO റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഫർദർ അന്വേഷണത്തിന് വേണ്ടിയാണ് ക്രൈംബ്രാഞ്ചും വിജിലൻസും രംഗത്ത് വരുന്നത്. അല്ലാതെ ക്രൈംബ്രാഞ്ചിന് നേരിട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ FIR ഇടുന്നത് പോലെ ഇടാനുള്ള അവകാശമില്ലാന്ന് നിയമ പണ്ഡിതന്മാരും പോലീസിലെ റിട്ടയർ ചെയ്ത ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായി ഞാൻ സംസാരിച്ചപ്പോൾ കേട്ടതാണ്. അപ്പോൾ എന്താണ് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയുടെ ഉദ്ദേശം? ക്രൈംബ്രാഞ്ച് അങ്ങ് ടീം ഇറങ്ങിയിരിക്കുകയാണ്. സുനിൽ പറഞ്ഞല്ലോ, എവിടെയാണ് തെളിവ്, എവിടെയാണ് ആരോപണം, ആരാണ് പരാതിക്കാരി, എവിടെയാണ് ഇതിനെ സംബന്ധിച്ചുള്ള രേഖകൾ? അങ്ങനെയില്ലാത്ത ഒരു കേസ് ക്രൈംബ്രാഞ്ച് അങ്ങോട്ട് അന്വേഷിച്ച് ഉടനെ തന്നെ ഇപ്പോൾ നടപടിയെടുക്കുമെന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ മറ്റാരെയെങ്കിലും അന്വേഷിക്കണം. ആ ഒരു തമാശ കൂടി ഇപ്പോൾ നടക്കുന്നു. അവിടെ ഒരു പ്രയോജനവും ഈ അന്വേഷണത്തിൽ ക്രൈംബ്രാഞ്ചിന് എത്താൻ സാധ്യമല്ല. ക്രൈംബ്രാഞ്ച് സുവോമോട്ടോ കേസെടുക്കാൻ നിയമപരമായി, അതായത് ക്രിമിനൽ പീനൽ കോഡിൽ വ്യവസ്ഥയില്ല, ഭാരതീയ ഈ പറയുന്ന പുതിയ സംഹിതയിൽ പഴയ IPC-യിൽ വ്യവസ്ഥയില്ല എന്ന് വളരെ പണ്ഡിതന്മാരായ ആളുകൾ അഭിപ്രായപ്പെട്ടു. പിന്നെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാനായി ഞങ്ങൾ അന്വേഷണം നടത്തും, പോലീസുകാർക്ക് ഇതിന് മുമ്പേ പറഞ്ഞതുപോലെ കുറേ ആളുകൾക്ക് കറങ്ങി നടക്കാനുള്ള അവസരം ഉണ്ടാകുമെന്നല്ലാതെ ഇര എന്ന് പറയുന്ന ഒരാളിനെ ഇന്നുവരെ കണ്ടെത്താൻ ഒരന്വേഷണ സമിതിക്കും കഴിഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഈ രാഹുലിനെതിരായിട്ടുള്ള ആരോപണങ്ങളെല്ലാം ഒരു ഘട്ടം കഴിയുമ്പോൾ മാഞ്ഞു പോകും എന്ന് തന്നെ വേണം കരുതാൻ. പക്ഷേ എന്തായാലും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സുനിൽ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ എടുത്ത നടപടികളെ പ്രതിരോധിക്കാൻ കുറേ കൂടെ ഊർജം ചെലവഴിക്കേണ്ടതായിട്ട് വരും. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു. അടുത്ത വർഷം ആദ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു.
ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കന്മാരൊക്കെ ഭവന സന്ദർശനം, വീടുകൾ തോറും കയറി ഇറങ്ങാൻ ചില നീക്കങ്ങളൊക്കെ നടത്തുന്നു. ഇതുമായി ബന്ധപ്പെട്ടല്ല, പ്രചരണത്തിൻ്റെ ഭാഗമായി. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്ത് പ്രതിരോധിക്കാൻ കുറേ കൂടെ ശക്തി പാലിക്കേണ്ടതായി നേടേണ്ടതായിട്ട് വരുമെന്നുള്ള സുനിലിൻ്റെ നിരീക്ഷണം വളരെ ശരിയാണ്. സാർ, ഇപ്പോൾ അതുപോലെ തന്നെ ഈ നഷ്ടമാർക്ക് എന്ന് നമ്മൾ അസസ് ചെയ്യുമ്പോൾ വീണ്ടും ഊന്നി പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു പേര് VD സതീശൻ്റെ തന്നെ. കാരണം രാഷ്ട്രീയ കേരളം ഏറ്റവും അതായത് ഒരു അവേർഷൻ ഉണ്ടായ ഒരു വ്യക്തിത്വമുണ്ട്, PV അൻവർ. അൻവറെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ നടത്തി കത്തി ജ്വലിച്ച് നിന്നും സകല മാധ്യമ ശ്രദ്ധയും നേടി കത്തി പടർന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ എവിടെ നിൽക്കുന്നു? സകല വിശ്വാസ്യതയും നഷ്ടപ്പെട്ട എന്തൊക്കെ ആരോപണങ്ങൾ നടത്തി ഏതാണ്ട് അതേ ഒരു അവസ്ഥയിൽ ചുരുങ്ങിയ സമയം കൊണ്ട്, ഒരാഴ്ച കൊണ്ട് ഒരു PV അൻവറിൻ്റെ നിലയിലേക്ക് തരം താണ ഒരു വ്യക്തിയാണ് ശ്രീ VD സതീശൻ. ഞാൻ ഈ പേരെടുത്ത് പറയുമ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് തോന്നാൻ ഞാൻ അദ്ദേഹത്തെ കടന്നാക്രമിക്കുന്നു, വ്യക്തിപരമായി ആക്രമിക്കുന്നു, ഏതെങ്കിലും വ്യക്തിപരമായ വിദ്വേഷമുണ്ട് എന്നൊക്കെ തോന്നാം. പക്ഷെ എനിക്ക് യാതൊരു വിദ്വേഷമോ വെറുപ്പോ ഒന്നും VD സതീശൻ എന്ന വ്യക്തിത്വത്തോടില്ല. അദ്ദേഹം നട്ടല്ലോടെ കാര്യങ്ങൾ എപ്പോൾ ചെയ്തു, ഈ പറയുന്ന അൻവറെ അടക്കം മാറ്റി നിർത്തിയ ഡിസിഷൻ എടുത്തപ്പോൾ, പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തെ പോലുള്ള ഒരു നേതാവിനെ തീരുമാനിച്ച് അയച്ചപ്പോൾ, അന്നേരമെല്ലാം ശക്തമായി ഞങ്ങൾ അദ്ദേഹത്തെ പിന്തുണച്ച വ്യക്തിയാണ്. പക്ഷേ ഇത്തരത്തിൽ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഇദ്ദേഹം ജനങ്ങളുടെ മനസ്സിൽ ഇത്രയും വെറുക്കപ്പെട്ടവനായി ഒരു PV അൻവറിനേക്കാളും തരംതാണ നിലയിലേക്ക് പോയതിൻ്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത് അദ്ദേഹം കാണിച്ച ആലോചനയില്ലാതെ ഏകപക്ഷീയമായി എടുത്ത ഇത്തരം ഒരു പ്രവൃത്തി കൊണ്ടാണ്. ഇപ്പോൾ ഇപ്പം സാറ് സൂചിപ്പിച്ച പോലെ കോൺഗ്രസ് പ്രവർത്തകർ ഇതെല്ലാം നിങ്ങളങ്ങ് മായ്ച്ചു കളഞ്ഞേരെ എന്ന് പറഞ്ഞാൽ അങ്ങനെ മാഞ്ഞു പോകത്തില്ലത്. അതുപോലെ തന്നെ ഇവർ ഇമേജ് ബിൽഡിംഗ് എക്സസൈസിൻ്റെ ഭാഗമായി ഇവർ ഏതൊക്കെ പ്രവർത്തകർ ഏതൊക്കെ വീടുകളിലും ഏതൊക്കെ ഭവന സന്ദർശനം നടത്താൻ പോയാലും ആ ജനങ്ങൾ കുറ്റിച്ചൂലുമായി ഇവന്മാരെ ഓടിക്കും. കാരണം അമ്മമാർ മുഖത്ത് നോക്കി ഇവരോട് പറയും, നിങ്ങൾ ആദ്യമേ നിങ്ങളുടെ പാർട്ടിയുടെ നട്ടല്ലായിരുന്ന, പാർട്ടിയുടെ മുഖമായിരുന്ന, ഞങ്ങൾക്ക് ഏവർക്കും പ്രിയങ്കരനായിരുന്ന, ജനങ്ങൾ തെരഞ്ഞെടുത്ത ആ നേതാവ് എവിടെ? അവനെ നിങ്ങൾ തഴഞ്ഞിട്ട്, അവനെ നിങ്ങൾ കസേരമോഹികൾ നശിപ്പിച്ചിട്ട്, ഒരു സ്വന്തം പ്രവർത്തകനെ, ഒരു MLA കൂടെ നിർത്താൻ കഴിവില്ലാത്ത നീയൊക്കെയാണ് അവിടെ ഞങ്ങൾ 3.5 കോടിയെ ചേർത്ത് നിർത്താൻ വരുത്തുന്നത് എന്ന് ജനങ്ങൾ ചോദിക്കുമ്പോൾ ഇവർ എന്ത് മറുപടി പറയും? ഇവർക്ക് ഉത്തരമുണ്ടാവില്ല. അതുകൊണ്ട് തെറ്റുകൾ ആർക്കും സംഭവിക്കാം. ജോർജ് സാർ മുമ്പേ സൂചിപ്പിച്ചതുപോലെ തെറ്റുകൾ ആർക്കും പറ്റാം. രാഷ്ട്രീയത്തിൽ ഒരിക്കലും പെർമനൻ്റായ ശരികളുമില്ല, തെറ്റുകളുമില്ല. ചില ആശങ്കകളോ ചില തെറ്റിദ്ധാരണകളോ ചില കണക്കുകൂട്ടലുകളോ ഒക്കെ പാളിപ്പോകാം, എല്ലാം പാളിപ്പോകും. പക്ഷേ പാർട്ടിയെ അതിലെല്ലാം ഉപരി സ്നേഹിക്കുന്ന, പാർട്ടിയെയാണ് നിങ്ങളുടെ മുന്നിൽ വലുത് എന്നുണ്ടെങ്കിൽ രാഹുലിൻ്റെ വിഷയത്തിൽ തെറ്റുപറ്റി എന്ന് സ്വയം നിങ്ങൾ മനസ്സിലാക്കി ആ തെറ്റ് തിരുത്തുക. ആ തെറ്റ് തിരുത്തുന്നതിന് നിങ്ങൾ വേറെ ആരോടും മാപ്പ് പറയുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ എടുത്ത പദവികൾ തിരികെ നൽകി അദ്ദേഹത്തിന് തലയുയർത്തി അദ്ദേഹത്തെ ജയിപ്പിച്ച ആ ജനങ്ങളുടെ അടുത്തേക്ക്, പാലക്കാട്ടേക്ക് എത്തുവാനും ഓണസമയമാണ്. MLA മണ്ഡലത്തിൽ പറന്നു നടക്കേണ്ടുന്ന സമയമാണ്. ഒരു അപ്പനില്ലാത്ത അവസ്ഥ ഉണ്ടാക്കിയതാരാണ്? പാലക്കാടുകാരെ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് തള്ളിവിട്ടു. അവർ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ഞങ്ങൾക്കൊരു നാഥൻ ഉണ്ടാകുമെന്ന് കരുതി വമ്പിച്ച ഭൂരിപക്ഷത്തിൽ സാറ് സൂചിപ്പിച്ച പോലെ ഒരു പാലക്കാട്ടുകാരനായ, നാട്ടുകാരന് കൂടിയല്ലാത്ത ആ ഒരു ചെറുപ്പക്കാരനെ വിശ്വസിച്ച് ഇഷ്ടപ്പെട്ട് വോട്ട് നൽകി ജയിപ്പിച്ചു. ഇപ്പോൾ MLA ഓഫീസ് അടച്ചിട്ട് അതിന് പോലീസ് സംരക്ഷണം ഒരുക്കേണ്ടുന്ന ആ ഒരു ഗതികേടുണ്ടാക്കിയത് ആരുടെ പിടിപ്പുകേടാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. അതുകൊണ്ട് എത്രയും വേഗം പാലക്കാട്ടെ ആ MLAക്ക് അവിടെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുവാനുള്ള ഒരു അവസരം നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി. നിങ്ങൾ ഇതിനകത്ത് വേറെ ഒന്നും ചെയ്യേണ്ട. ബാക്കിയെല്ലാം എവറിത്തിങ് വിൽ ബി ഇൻ റൈറ്റ്. അതെല്ലാം അതിൻ്റെ കറക്റ്റ് സിസ്റ്റത്തിലേക്ക് എത്തിക്കൊള്ളും എന്ന് മാത്രം അറിയുക. നമ്മളുടെ ഈ ചർച്ച ഏതാണ്ട് അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്താറായി. നമ്മുടെ ചർച്ചാ വിഷയം ഇതായിരുന്നു. രാഹുൽ വിവാദത്തിൽ, രാഹുൽ വിഷയത്തിൽ 7 ദിവസങ്ങൾ പിന്നിടുമ്പോൾ കോട്ടമാർക്ക്, നഷ്ടമാർക്ക്. ഞാൻ ഇതിൽ ഊന്നി പറയുവാൻ ആഗ്രഹിക്കുന്നു, ഈ ഒരാഴ്ച നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ നഷ്ടം എന്ന് പറയുന്നത് പ്രാഥമികമായും 1 VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന്, 2 കോൺഗ്രസ് നേതൃത്വത്തിന്, കോൺഗ്രസ് പാർട്ടിക്ക്, അതോടൊപ്പം തന്നെ ഈ വിവാദത്തെ കത്തിച്ച് നേട്ടമുണ്ടാക്കാമെന്ന് കരുതി ഇതിനെ ഏറ്റുപിടിച്ച LDFന്, അതുപോലെ തന്നെ
ഈ വിഷയത്തെ ആളിക്കത്തിച്ച് കോൺഗ്രസിനെ നിർവീര്യമാക്കാം, പാലക്കാട് തങ്ങൾക്ക് വിജയം ഉറപ്പിക്കാമെന്ന് കരുതിയ BJPക്ക് അന്നേരം ഇതിൽ ആത്യന്തികമായിട്ടും കോട്ടങ്ങൾ, നഷ്ടങ്ങൾ ഉണ്ടായേക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഈ വിവാദത്തെ ആളിക്കത്തിക്കുവാൻ നോക്കിയ എല്ലാവർക്കും കനത്ത നാശനഷ്ടമുണ്ടായി. പ്രത്യേകിച്ച് VD സതീശനെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലും റിക്കവർ പോലും ചെയ്യാൻ പറ്റാത്ത ഡാമേജ് അദ്ദേഹത്തിന് ഉണ്ടായി കഴിഞ്ഞു. അതുപോലെ എന്തൊക്കെ പറഞ്ഞാലും രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തിക്കുണ്ടായ മാനസിക നഷ്ടം ഞാൻ മറ്റൊരു നഷ്ടം അതിനെ കാണുന്നേയില്ല. ഇത്തരം ആരോപണങ്ങൾ കൊണ്ടും ഓരോ നേതാക്കന്മാരും ഉണ്ടായിരിക്കുന്നത്, ശക്തരായിരിക്കുന്നത് ഇത്തരം ആരോപണങ്ങളിലൂടെ ഈ സ്വർണ്ണ മൂതിക്കാച്ചുന്നത് പോലെ ആരോപണങ്ങൾ വരുമ്പോൾ ആ ആരോപണങ്ങൾ താൽക്കാലികമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയാൽ പോലും അൾട്ടിമേറ്റ്ലി ആത്യന്തികമായി അവരുടെ താരമൂല്യം കൂടുന്ന, ശോഭ വർദ്ധിക്കുന്ന, അതുപോലെ ഇതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം എന്ന യുവനാഥനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ഒരു അഡ്രസ് ഇല്ലെങ്കിൽ പോലും അദ്ദേഹം കേരളത്തിലെ ഏത് മണ്ഡലത്തിൽ പോയി നിന്ന് സ്വതന്ത്രനായി മത്സരിച്ചാലും ജയിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പൊതുജന വികാരം ഇവിടെ ഉണർത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിന് അത്തരത്തിൽ ഒരു നേട്ടമേ ഉണ്ടായിട്ടുള്ളൂ. നഷ്ടം എന്ന് പറയുന്നത് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്കും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർക്കും ഉണ്ടായ ആ മാനസിക വ്യത, ആ വ്യതയാണ് മറ്റേത് എല്ലാ നഷ്ടത്തെക്കായാലും വലുത് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഇതിനകത്ത് പിന്നെ സുനിൽ പറഞ്ഞ പ്രധാനപ്പെട്ട അംശങ്ങളുണ്ട്. 3 കക്ഷികൾക്കും, അതായത് ഇതുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന് പ്രധാനമായിട്ടും ഇത് മുതലെടുക്കാനായി, ഞാൻ ആ വാക്ക് ആവർത്തിച്ച് ഉപയോഗിക്കുന്നു, ഇത് മുതലെടുക്കാൻ ശ്രമിച്ചതായിട്ടുള്ള BJPക്കും അതുപോലെ CPMനും കനത്ത തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ദിവസങ്ങൾ കഴിയുമ്പോൾ അവരുടെ വീര്യമൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആക്ഷേപങ്ങളുടെ ആ ശരം ഒക്കെ വളരെ മൃദുവായിക്കൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്കാണ് നേരത്തെ പറഞ്ഞതുപോലെ പാലക്കാട്ടെ നേതാവിനെതിരായി വന്ന ഇതുപോലെയുള്ള ഒരു സ്ത്രീയുടെ പരാതി, അതെല്ലാം അവരുടെയും മനോവീര്യം കെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം കൂടെ എനിക്ക് പറഞ്ഞ് ആവർത്തിക്കേണ്ടതായി തോന്നുന്നു. VD സതീശനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എടുത്തിരിക്കുന്നതായിട്ടുള്ള ഒരു നിലപാട് അദ്ദേഹത്തിന് പാർട്ടിക്കകത്ത് അതിനകത്ത് ഒരു ഭിന്നാഭിപ്രായം ഉള്ളതിൻ്റെ സൂചനകളൊന്നും കാണുന്നില്ല. അദ്ദേഹത്തിന് തീർച്ചയായും സുനിൽ ജോർജ് പറഞ്ഞതുപോലെ കൂടുതലായി ഉത്തരവാദിത്തം, ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാനുണ്ടാകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാരണം പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ പലതരത്തിലുള്ള ചോദ്യങ്ങൾ പാർട്ടിയെ സ്നേഹിക്കുന്നവർ തീർച്ചയായും ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുകളിലുള്ള ഭാരം വലുതാണ് എന്ന കാര്യത്തെ തർക്കമില്ല. പക്ഷേ അതിനകത്ത് ഞാൻ പോസിറ്റീവായി കാണുന്ന ഒരു സംഗതി, ഇപ്പോൾ നേതൃനിലയിലുള്ള എല്ലാ ആളുകളും KPCC അധ്യക്ഷൻ ഉൾപ്പെടെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രമേശ് ചെന്നിത്തല, VM സുധീരൻ, മുൻ പാർട്ടി പ്രസിഡന്റന്മാർ, അവരെല്ലാവരും ഈ കാര്യത്തിൽ ഇപ്പോൾ ഏതാണ്ട് ഒരു സമവായത്തിൽ എത്തി നിൽക്കുന്നു. അതുപോലെ അപശബ്ദങ്ങൾ പുറപ്പെടുവിക്കാനായി തുനിഞ്ഞിറങ്ങിയ ആളുകളൊക്കെ ഇപ്പോൾ നിശബ്ദരായിരിക്കുന്നു. അതുകൊണ്ട് പാർട്ടി ഇത് കുറെ കൂടെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യും. പാർട്ടിക്ക് അതോടൊപ്പം തന്നെ കൂടുതൽ ചോദ്യങ്ങൾ നേരിടേണ്ടതായിട്ട് വരും. അതിന് ഉത്തരങ്ങൾ പറയാനുള്ള ബാധ്യതയും ഉണ്ടാകും. അതാണ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത് എന്നാണ് എനിക്കിതേക്കുറിച്ച് അവസാനമായി പറയാനായിട്ടുള്ളത്. ഇപ്പോൾ ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പുറത്തുള്ള ശത്രുക്കളെക്കാൾ രാഹുലിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്നത് കോൺഗ്രസിനുള്ളിൽ തന്നെ ഉള്ളവരാണ് എന്നാണ് നമുക്ക് സൂക്ഷ്മമായി നിരീക്ഷിച്ചുവാൻ മനസ്സിലാക്കുന്നത്. കാരണം VD സതീശനെതിരെ ഇപ്പോൾ മറ്റ് അപസ്വരങ്ങളൊന്നും ആരും കുറ്റം ആരോപിക്കാത്തതിൻ്റെ റീസൺ തങ്ങളുടെ പൊതുശത്രുവിനെ പുറത്താക്കുന്നതിൽ VD സതീശൻ കാണിച്ച ഒരു ആർജവത്തിൽ അവർ ആദ്യത്തെ ആഴ്ച അത്യാഹ്ലാദിച്ചിരുന്നു. കാരണം യുവ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും പഴയ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഒരു പൊട്ടൻഷ്യൽ ത്രെട്ടായിരുന്നു ഇദ്ദേഹം. അന്നേരം ഇത്തരത്തിൽ ഒതുക്കുവാൻ പറ്റിയ ഗ്രാവിറ്റിയുള്ള ഒരു വിഷയം വന്നപ്പോൾ എല്ലാവരും ചേർന്ന് ഒരു ഫോറിൻ ബോഡി ശരീരത്തിൽ വന്നാൽ ഒന്നിച്ചു നിന്ന് അതിനെ തൂത്തെറിയുന്നത് പോലെ സർവ്വശക്തിയും ഉപയോഗിച്ച് ഇവർ എടുത്ത് വെളിയിൽ വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് മനസ്സിലാകുന്നത് ഇവർ ആരോപിക്കുന്നതൊക്കെ തെളിവുകളോ ഇദ്ദേഹത്തെ ക്രൂശിക്കുവാൻ പറ്റുന്ന തരത്തിലുള്ള തെളിവുകളോ ഒന്നുമില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലായി. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയ ജനങ്ങൾ ഇവരോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തിന്? ഒരു കാര്യം VD സതീശനോ പാർട്ടി നേതൃത്വമോ ഒരൊറ്റ കാര്യം പറഞ്ഞാൽ മതി, ഞങ്ങൾ ഒരൊറ്റ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ, എന്തിന് നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കി? ആരാണ് പരാതിക്കാർ? എവിടെയാണ് പരാതി നൽകിയിരിക്കുന്നത്? എന്താണ് ഇദ്ദേഹത്തിനെതിരെ ആ പരാതിക്കാർ രേഖാമൂലം നൽകിയിരിക്കുന്ന പരാതി? ഒരു FIR എങ്കിലും ഇട്ടിട്ടുണ്ടോ? ഗർഭിണിയാണ് എന്ന് പ്രഖ്യാപിച്ച ആ സ്ത്രീയുടെ രൂപമോ വേണ്ട, പേരറിയാമോ? അവരുടെ യഥാർത്ഥ സ്വരമെങ്കിലും പുറത്തുവിടുവാൻ സാധിച്ചിട്ടുണ്ടോ? ഇതൊന്നുമില്ലാതെ നിങ്ങൾ എന്തിന് ഈ പാപത്തെ ക്രൂശിച്ചു
എന്ന ചോദ്യം ഉയരുമ്പോൾ ഇത് പറയുവാൻ ഇപ്പോൾ ബാധ്യസ്ഥൻ വി ഡി സതീശൻ മാത്രമാണ്. അതുകൊണ്ട് വി ഡി സതീശ, താങ്കൾക്ക് ഇതിൻ്റെ മറുപടിയിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ സാധിക്കുകയില്ല. നിങ്ങൾ പ്രതിനിധികളെ ചാനൽ ചർച്ചയ്ക്ക് അയച്ചില്ലെങ്കിലും നിങ്ങൾ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക്, കാരണം മാധ്യമങ്ങൾ ചോദിക്കില്ല, കാരണം നിങ്ങളുടെ അജണ്ടകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഇവിടുത്തെ സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾ നിങ്ങളുടെ തിരക്കഥകൾ അനുസരിച്ച് ചലിക്കുന്നവർ ചോദിക്കില്ലായിരിക്കാം. പക്ഷേ ജനങ്ങൾ ഇത് ചോദിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ എന്തിന് രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കി? നിങ്ങൾ അദ്ദേഹത്തോട് എന്ത് പ്രായശ്ചിത്തം ചെയ്യും? ഇതിനൊരു മറുപടി പറഞ്ഞ ശേഷം മാത്രമേ നിങ്ങൾക്ക് ഇവിടുത്തെ പൊതുസമൂഹത്തെ അഭിമുഖീകരിക്കുവാൻ കഴിയൂ. അതുവരെ ശബ്ദമില്ലാത്തവരുടെ നാവായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന i2i ന്യൂസിലൂടെ ലോകമെമ്പാടുമുള്ള അമ്മമാർ, സഹോദരി സഹോദരന്മാർ പ്രതികരിച്ചു കൊണ്ടേയിരിക്കും. ഈ ചോദ്യം മുഴങ്ങിക്കൊണ്ടേയിരിക്കും. സതീശ, നിങ്ങൾ എന്ന് രാഹുൽ മാങ്കൂട്ടത്തെ തിരികെ എടുക്കും, പാർട്ടിയോട് ചേർത്ത് നിർത്തും? അന്നേ ഈ ജനങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ ചർച്ചയിൽ പങ്കുചേർന്ന ബഹുമാനപ്പെട്ട എ ജി ജോർജ് സാറിനോടുള്ള നന്ദിയും കടപ്പാടും i2i ന്യൂസ് പ്രേക്ഷകരുടെ പേരിൽ ഞാൻ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.